ഹലോ. അപ്പോൾ ഞങ്ങളൊരു ട്രെക്കിങ്ങിന് പോവാണ്. സെറ്റപ്പ് ഉണ്ടല്ലേ, ഫുൾ പാക്ഡാണ്. ചെറിയൊരു പരിപാടിയുണ്ട്. ഞാൻ നിങ്ങളിവിടെ ചുമ്മാ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. നമുക്ക് ബീച്ചിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ഔട്ട്ഡോർ ഷവറുണ്ട്. ഇവിടുന്ന് ഒരു 300 മീറ്ററേ ഉള്ളൂ ബീച്ചിലോട്ട്. എങ്ങനെയുണ്ട് സ്ഥലം? പൊളിയല്ലേ? ഗോവ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് കേട്ടോ സ്റ്റേ ചെയ്യേണ്ടത്. ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹലോ. അപ്പോൾ ഇത് ഡേ 3. ഞങ്ങൾ ഇപ്പം അരമ്പലിലാണുള്ളത്. അരമ്പൽ ബീച്ച് ഇവിടുന്ന് ജസ്റ്റ് ഒരു 200 മീറ്ററും കൂടെ നടന്നാൽ മതി. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നൊരു ട്രെക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു സീക്രട്ട് സ്പോട്ടുണ്ട്. അവിടെ നമുക്ക് 2 ട്രെക്കിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ അത് പേടൊന്നുമല്ല, നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം റിസ്കിൽ നമുക്ക് നടന്നു പോകാം. ഫോറസ്റ്റ് ഏരിയ ആണ്, സംഭവം പൊളിയാണ്. എന്താണ് രഞ്ജിത്ത് പറയാനുള്ളത്? ഇപ്പോൾ ട്രക്കിങ്ങിന് പോണ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. എന്തായാലും ഇവനിവിടെ നേരത്തെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് എനിക്ക് ഹെൽപ്ഫുള്ളായി ഇവനിവിടെ വന്നത്. എന്തൊക്കെ പറഞ്ഞാലും പിന്നെന്താ, മാക്സിമം നമ്മൾ ഇവിടെ കുളിച്ചടുക്കിയിട്ട് ഇവിടെ നിന്ന് വേറെ അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോകുന്നു. സോ ഗൈസ്, ഞാനിപ്പോൾ പണ്ടത്തെ ഒരു ഓർമ്മയ്ക്കാണ് നടക്കുന്നത്. സംഭവം റൂട്ടൊക്കെ കറക്റ്റാണെന്ന് തോന്നുന്നു. റൂട്ട് കറക്റ്റാണ്. റൂട്ടൊക്കെ കറക്റ്റാണ്. സോ ഗൈസ്, ഇത് സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അരമ്പൂർ ലേക്കിൽ സ്വീറ്റ് ലേക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സ്വീറ്റ് ലേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്വീറ്റ് ലേക്കിൽ എന്താ പറയുക, ബീച്ചിൻ്റെ ആയിട്ട് ഒരു 100 മീറ്റർ പോലും ഇല്ല ആക്ച്വലി ഈ ലേക്കിലോട്ട്. പക്ഷേ ലേക്കിൽ ഉപ്പില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ വഴിയൊന്നും നിങ്ങൾ കണ്ടിട്ട് പേടിക്കണ്ട. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ താമസിച്ചത് ഈ റൂട്ടായിരുന്നു. ബൈക്ക് കൊണ്ട് തന്നെയാണ് ഈ റൂട്ടിൽ കൂടെ വന്നത്. അതുകൊണ്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈം വന്നപ്പം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഏത് ഗുദാമിലോട്ട് പോകുന്ന പോലൊക്കെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇത് കറക്റ്റ് റൂട്ടാണ്. പൊളിയല്ലേ? എപ്പോഴും നമ്മൾ ബൈക്കിൽ മാത്രം കറങ്ങിയാൽ പോരല്ലോ, നമ്മളിങ്ങനെ കറങ്ങണ്ടേ. പിന്നെ ഈ സാധനം എവിടെ ചെന്നാലും ഉള്ള സംഭവമാണിത്. അങ്ങനെ രഞ്ജിത്ത് ബീച്ച് കണ്ടതിൻ്റെ സന്തോഷത്തിൽ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. സോ വി ആർ ഒഫീഷ്യലി എൻട്രിങ് അരമ്പൽ ബീച്ച്. എങ്ങനെയുണ്ട് ബീച്ച്? ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ നടന്നിട്ട് വേണം ട്രെക്കിംഗ് സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും നേരം ചൂടും വെയിൽ കാരണമൊക്കെ വേർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് വെച്ചാൽ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്. സോ ആ ചൂട് പോയി. പിന്നെ സൺസ്ക്രീനും ഗ്ലാസും തൊപ്പിയെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നം തോന്നുന്നില്ല. സോ നിങ്ങളിവിടെ വന്നിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു സ്റ്റെപ്പുണ്ട് മേലോട്ട്. ആ സ്റ്റെപ്പ് കയറിയിട്ട് ലെഫ്റ്റ് പോകണം. ഫുൾ വീഡിയോ ആയിട്ട് കാണിക്കാൻ നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ക്ലിപ്സ് കാണിക്കാം. ഓക്കെ. അത്യാവശ്യം നല്ല രീതിയിൽ വേർത്തിട്ടുണ്ട്. പക്ഷെ കാറ്റടിക്കുമ്പോൾ സീനില്ല. കാറ്റടിക്കാത്തപ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പൊളി സാധനമാണ് കേട്ടോ. എന്നുവെച്ചാൽ കുറേ കല്ലുകളുണ്ട്. കുറേ കല്ലുകൾ ഷാർപ്പായിട്ട് നിൽക്കുന്നു. പക്ഷേ എന്താ പറയുക, നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറയത്തില്ലേ, നമ്മുടെ പ്രകൃതിയുടെ ഓരോ കലാവിരുതുകൾ ഒരു ആർട്ടിസ്റ്റ് ചെയ്തു വെച്ചേക്കുന്ന പോലെ ഉണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ ഒരു സ്പോട്ടിലെത്തും.
സോ ഇവിടെ ഹൈ ടൈഡ് കയറുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ഫുള്ള് തിരമാല അടിക്കും. അപ്പോൾ അങ്ങനെ തിരമാല അടിച്ചിട്ടാണ് ഈ റോക്സൊക്കെ ഇങ്ങനെ ഫോം ആയേക്കുന്നത്. ഇവിടെ നിന്ന് സെൽഫി എടുക്കരുത് എന്നവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റീസൺ തന്നെ എപ്പോഴാണ് നല്ല ഹൈ ടൈഡ് വന്ന് ഈ തിരമാല അടിച്ച് നമ്മളെ കൊണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ വീണ് കഴിഞ്ഞാൽ അവസ്ഥ അറിയാലോ. ഓക്കെ, ഭയങ്കര ഷാർപ്പ് റോക്സാണ്. നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ്. ഈ വഴി നമ്മൾ അപ്പുറത്തൊരു വേറൊരു ബീച്ചുണ്ട്, ആ ബീച്ചിൽ പോകും. ഇവിടെ നടന്നല്ലാണ്ട് വേറൊരു രീതിയിലും വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുണ്ടോ, ഈ കല്ലുകളുടെ ഇടയ്ക്കൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഇന്നലെ ഞങ്ങൾ വന്നപ്പം ഇവിടെ വെള്ളം കയറിയിട്ട് ഇവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങാതെ പോകാൻ വേറെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പം ലോ ടൈഡാണ്, അപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കാല് നനയ്ക്കേണ്ട വന്നില്ല. അതേതായാലും നന്നായി. കാരണം ട്രക്ക് ചെയ്യുമ്പം കാല് നനഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് അരമ്പൽ ബീച്ച്. ഇത് അരമ്പൽ തന്നെയാണ്, പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് സ്വീറ്റ് ലേക്ക് എന്നാണ്. കണ്ടോ, ഇവിടെ ബീച്ച്, ആ തെങ്ങിൻ്റെ അപ്പുറത്ത് ഒരു ലേക്കുണ്ട്. അവിടെ ആ വെള്ളത്തിന് ഉപ്പില്ല എന്നുള്ള പണ്ട് പറയുന്നത്. നേരത്തെ ഇല്ലായിരുന്നു, പക്ഷേ ഇന്നലെ വന്നപ്പോൾ ഉപ്പുണ്ടായിരുന്നു. അതാണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത. കണ്ടോ, ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. പട്ടി വെള്ളത്തിൽ കൂടെ നടക്കുന്നുണ്ട്. ഇത് ലേക്കിൻ്റെ വെള്ളമാണ്. ഈ കാണുന്ന ലേക്കിൻ്റെ വെള്ളമാണ്. ഇവിടെയാണ് ബീച്ച്. സോ ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ ഇത് തമ്മിൽ. നമുക്കിവിടെ സ്വിം ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല കേട്ടോ, നല്ല സ്വിം ചെയ്യാം. ഞാൻ 5'8" ആണ്. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് നിൽക്കാന്നുള്ള വെള്ളമുള്ളൂ. എൻ്റെ വായും മൂക്കും വെള്ളത്തിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്വീറ്റ് ലേക്ക്. സംഭവം പൊളിയല്ലേ. അവിടെ എപ്പോഴും ആളുണ്ട്, നല്ല തിരക്കാണ്. പിന്നെ ഈ സമയത്തൊക്കെ നീന്തി കഴിഞ്ഞാൽ വെള്ളത്തിനും ചൂടായിരിക്കും. എന്നാൽ വൈകിട്ട് നീന്തിയിട്ടും വെള്ളത്തിന് നല്ല ചൂടായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ ട്രെക്കിങ് എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് ട്രെക്കിംഗ് സ്പോട്ടിലോട്ടുള്ള വഴി. ഇതൊരു ഫോറസ്റ്റ് ട്രെക്കാണ്. ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്ത് നമുക്ക് കയറി പോകാൻ പറ്റും. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഹില്ലാണ്. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. പക്ഷേ ഈ പോകുന്ന റൂട്ട്, ഈ ഫോറസ്റ്റ് റോഡ് അത്യാവശ്യം നല്ല രസമാണ് കാണാൻ. പിന്നെ എവിടെയെങ്കിലും നല്ല സ്പോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളവിടെ ടെൻറ്റ് ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. സോ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ലെറ്റ്സ് സീ. കുഞ്ഞ് നടക്കേണ്ട അവസ്ഥയാണ്, പക്ഷെ എന്നാലും സംഭവം കൊള്ളാം. നൈസല്ലേ. സ്ട്രിക്ട്ലി നോ ഗാർബേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ടോട്ടലി സപ്പോർട്ട് ദാറ്റ്. എന്നൊക്കെ ഗാർബേജ് ഇടുമെന്ന് പറഞ്ഞാലും കണ്ടില്ലേ, ഇതുപോലെ കുറേ ആൾക്കാർ കാണും. അതൊക്കെ നമ്മളായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ആ നേച്ചറിൻ്റെ ഇത് നേച്ചറായിട്ട് തന്നെ അങ്ങ് പ്രിസർവ് ചെയ്തോളും. ഇതുപോലെ തന്നെയാണ് കുറേ വഴി നടക്കാനുള്ളത്. നമുക്ക് നൈസായിട്ട് ഇതിലെ കൂടെ കയറിപ്പോവാം. രഞ്ജിത്തെ വാടാ, വാ വാ വാ, ഈ വഴി തന്നെ. എൻ്റെ അമ്മോ, ടാസ്ക്.
സോ ഗൈസ്, ഇപ്പം നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കട്ടൻ കാപ്പി ഇടാൻ പോവുകയാണ്. ടെൻ്റ് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്, വെള്ളമുണ്ട്, പാത്രമൊക്കെ കഴിയാനുള്ള സെറ്റപ്പുണ്ട്, നമ്മുടെ പഞ്ചസാരയും കട്ടൻ കാപ്പി പൊടിയുണ്ട്, എല്ലാം സെറ്റാണ്. അപ്പം രണ്ട് നെറ്റ്വർക്കും ഒട്ടുമില്ല. ഇതാണ് പക്ക. ഇപ്പം ടൈം 2:02, 29 ഡിഗ്രിയാണ് ഇവിടെ കാണിക്കുന്നത്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലെ നല്ല ഫോറസ്റ്റിൽ ഒന്ന് ക്യാമ്പ് ചെയ്യണമെന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ വെള്ളമുണ്ട്. അപ്പം ഞങ്ങളവിടെ ഇപ്പം ചായ ഇടാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ആർക്കൊക്കെ ഈ ആംബിയൻസിൽ കട്ടൻ കാപ്പി വേണ്ടേ? അപ്പോൾ ഇപ്പം 4 മണി ആയിട്ടുണ്ട്. 4 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. 5 മണി വരെ ഇരിക്കാൻ ഓർത്താണ്, പക്ഷേ കൊതുക് ഒരു രക്ഷയില്ല, കൊതുക് ഇരുത്തുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊതുക് ഭയങ്കരമായിട്ട് കടിക്കാൻ തുടങ്ങി. ഓ മാൻ, ഈ സ്ഥലമൊക്കെ നോക്ക്. അപ്പോൾ എന്തായാലും താഴെ ചെന്നിട്ട് മറ്റു സ്ഥലത്ത് കയറാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പോൾ ഹൈ ടൈഡ് ആയെന്ന് തോന്നുന്നു, കാരണം വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട്. ആക്ച്വലി ആ കാണുന്ന എൻഡിൽ കൂടെയാണ് നമുക്ക് അങ്ങോട്ട് കയറേണ്ടത്. പക്ഷേ എന്താ പറയുക, വെള്ളം കയറിയിട്ട് ഫുൾ വെള്ളമാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന റിസ്ക്കാണ്. സോ ഞങ്ങൾ പ്ലാൻ പതുക്കെ വേണ്ടെന്ന് നോക്കുകയാണ്. ഞാൻ ജസ്റ്റ് എൻഡിൽ പോയിട്ട് ആ പോകുന്ന റൂട്ട് ഞാൻ കാണിച്ചത്. ഇത് കണ്ടോ, ഇവിടെ ചെറിയ വഴിയുണ്ട്, പക്ഷെ നല്ല തിരമാലയാണ്, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അടിക്കുന്നത്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ഈ പോകാൻ പറ്റുന്ന അത്രയും ഞാൻ പോയി കാണിക്കാം. അതാണ് സ്പോട്ട്. ഇത് ആ കാണുന്ന പാറക്കൂടെ വലിഞ്ഞ് കയറണം. അതിൽ കൂടെ വലിഞ്ഞ് കയറിയിട്ട് നമുക്ക് അതിൽ കൂടെ നടന്ന് മേലോട്ട് പോകാൻ പറ്റും. അങ്ങനെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നടക്കണം. കുറച്ചങ്ങോട്ട് നടന്ന് പോയി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, താഴോട്ട് ഇറങ്ങാനുള്ളൊരു സ്ഥലം കിട്ടും. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു ബീച്ച് അവിടെ പൊളിയാണ്. വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അത് ചെറിയൊരു കാട്, മറ്റേ എന്താ പറയുക, ഈ ബീച്ച് ഫോറസ്റ്റ് ആ ഒരു സെറ്റപ്പാണ്. കണ്ടൽക്കാടിനകത്തൂടെയാണ് നമ്മൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോകുന്നത്. ആ കല്ലടിക്കുന്നത് കാണുമ്പോൾ തന്നെ വെച്ചാൽ കണ്ടോ. പക്ഷെ അത് നല്ല രസമുണ്ട് കേട്ടോ. ആ കല്ലടിച്ചിട്ട് താഴോട്ട് വെള്ളം വീഴുമ്പോൾ ഈ വാട്ടർഫോളിൽ വെള്ളം വീഴുന്നതുണ്ട്, സംഭവം പൊളിയാണ്. ഇത് കണ്ടോ, നമ്മൾ ഉച്ചയ്ക്ക് വന്ന സമയത്ത് ഇവിടെ പോയിട്ട് അവിടെ വരെ പോലും വെള്ളം കയറുന്നുണ്ടായിരുന്നു. ഇപ്പം ഇപ്പുറത്ത് വരെയാണ് വെള്ളം വരുന്നത്. ഭയങ്കര റഫുമാണ്. രാവിലെ ഞങ്ങളിപ്പോൾ മണലിക്കൂടെ ക്രോസ് ചെയ്ത് വന്നത്, ഇപ്പം കല്ലിൻ്റെ മണക്കൂടെ പോയിട്ട് വെള്ളത്തിൽ കൂടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഞങ്ങൾ ഇന്നലെ അപ്പുറത്ത് നമ്മുടെ കയാക്കിങ് ചെയ്യാൻ വേണ്ടി ബോട്ട് നമുക്ക് റെൻറ്റിന് കിട്ടും. അപ്പോൾ അതിന് ചോദിച്ചിട്ട് അവർ പറഞ്ഞത് ഈ റഫ് കണ്ടീഷനിൽ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. സോ ഈ ടൈമിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസ് നടക്കില്ല. ഇവിടെ ഫുൾ ഓണാണ്. ഇവിടെ പാരാഗ്ലൈഡിങ്, കയാക്കിങ്, അങ്ങനത്തെ എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. മറ്റേ ജെറ്റ് സ്കീയിങ് എല്ലാം ഉള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സീയുടെ ഈ റഫ്നെസ് കാരണം അങ്ങനത്തെ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. സോ ഗൈസ്, ഞങ്ങളിവിടെ വന്നിട്ടൊരു ഐസ് കോഫി കുടിച്ചു. ഷൈമൺസ് ഫലാഫൽ, ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. വൈകിട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കണം. പുള്ളി നൈസായിട്ട് കുറേ സംഭവങ്ങൾ പറഞ്ഞു. കോൾഡ് കോഫി ഒരു രക്ഷയില്ല കേട്ടോ, പൊളി സാധനമായിരുന്നു. സോ okay, so different, yeah. so different. Okay, 50,000-70,000 foreigners happening, market parties and these. Yeah, it's off season, right? And after lockdown also it's Yeah, really like if you go Kashmir now or Himachal you go. If you go now Manali, Old Manali. Yeah, If you go now Old Manali or Dharamsala, these places, so many tourists from here. yeah. പൊളിയായിരുന്നു. അവിടെ കോൾഡ് കോഫി ഒരു രക്ഷയില്ല കേട്ടോ, പൊളി സാധനമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ രാത്രിയിലത്തെ ഫുഡും അവിടെ നിന്ന് തന്നെ ചെയ്യാമെന്നാണ് ഓർത്തേക്കുന്നത്. അവിടെ ഫലാഫൽ എന്ന് പറയുന്നതാണ് അവിടുത്തെ
മെയിൻ ഡിഷ് ലൈക്ക് സംതിങ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. സോ രാത്രി വന്ന് ഫുഡ് കഴിക്കാം. വാ, ഡ്രീം ക്യാച്ച്, വെറൈറ്റി കുറേ സാധനങ്ങൾ. അപ്പോൾ ഞാൻ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായി പൈസ ഞങ്ങളൊക്കെ കോപ്പി ഇട്ടിട്ട് ഒന്ന് കിടന്നുറങ്ങണം. എന്നിട്ട് രാത്രി ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനെ ഡേ 3 ഞങ്ങൾ എൻഡ് ചെയ്യുവാണ്. നാളത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മൾ ഏർലി മോർണിംഗ് ഒരു 5 or 6 ആ ഒരു ടൈമിൽ ഇവിടുന്ന് പോകും. എന്നിട്ട് വസോട്ട എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അത് ഫോറസ്റ്റ് ഏരിയ ആണ്. അതിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.